ഈ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ മോശമായ രീതിയിലാണ് സതീശനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് കടക്കുന്നത്? ഇപ്പോൾ അടുത്ത കുറേ ദിവസങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. മലപ്പുറത്തിനെതിരെയുള്ള പ്രസ്താവനകൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സതീശനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം? സതീശനോട് വെള്ളാപ്പള്ളിക്ക് പ്രത്യേക വിരോധം തോന്നാൻ വ്യക്തിപരമായൊരു കാരണം ഉണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളിയോട് ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്യാൻ പോവാത്തൊരു രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ. എപ്പോഴും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളെ വിമർശിക്കാനൊരു മടിയും ഇല്ലാത്ത ഒരാളാണ്. ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ ആവശ്യത്തിലേറെയുള്ള പരിഗണന കൊടുക്കാനോ വാഴ്ത്താനോ ഒന്നും വി ഡി സതീശൻ പോകാറില്ല. നമുക്ക് വി ഡി സതീശനോട് എന്തൊക്കെ വിയോജിക്കുന്നവർക്ക് പോലും അക്കാര്യത്തിൽ യോജിപ്പില്ലാതെ വരില്ല. കാരണം അദ്ദേഹം എടുക്കുന്നത് വസ്തുതാപരമായ നിലപാടാണ്, ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള നിലപാടാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. വിയോജിപ്പുള്ള കാര്യങ്ങൾ നമുക്ക് വിയോജിപ്പ് പറയുകയും ചെയ്യാം. പക്ഷെ വെള്ളാപ്പള്ളിയോട് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിനർത്ഥം ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്ന പോലെ, അല്ലെങ്കിൽ സതീശൻ തന്നെ തൻ്റെ മറുപടിയിൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ശ്രീനാരായണ വിരുദ്ധനാണെന്ന് ആരെങ്കിലും പറയുമോ? വി ഡി സതീശൻ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ശ്രീനാരായണ ഗുരുവിനോ ഈഴവ സമുദായത്തിനോ അല്ലെങ്കിൽ ഗുരുദേവൻ്റെ ആദർശങ്ങൾക്കോ തത്വങ്ങൾക്കോ എതിരായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളെ എന്നും വാഴ്ത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ. അതെ. പിന്നെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി? അതാണ് വെള്ളാപ്പള്ളിക്ക് സതീശനോടുള്ള പ്രത്യേകമായ വിരോധത്തിന് ഈ ഒരു വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കാൻ പോകാത്ത, വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ വാഴ്ത്താൻ പോകാത്തതിൻ്റെ ഒരു വിരോധം കാണാം. ഒരു കാരണം അതാണ്. കാരണം വെള്ളാപ്പള്ളി കണ്ടു വളർന്നിട്ടുള്ള സതീശൻ്റെ തലമുറയിൽ തൊട്ടു മുമ്പ് വന്നവരും ഇപ്പോഴുള്ളവരുമായ പല നേതാക്കളും അതിരുവിട്ട് വെള്ളാപ്പള്ളിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് രണ്ട് പക്ഷത്തുള്ളവരുണ്ട്. അതിൽ UDF-ലും LDF-ലും ഉള്ളവരുണ്ട്, BJP-യിലുള്ളവർ അതിലേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നു വി ഡി സതീശൻ എന്നതായിരിക്കണം ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, വി ഡി സതീശ് ഈ കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ UDF അധികാരത്തിൽ വന്നേക്കും എന്ന് തോന്നുമ്പോൾ കോൺഗ്രസ്സിനകത്ത് ഒരു ഈഴവ നേതാവിൻ്റെ കുറവ് വെള്ളാപ്പള്ളിയെ വേദനിപ്പിക്കുന്നുണ്ടാവും. സാമുദായികമായൊരു ഇഷ്യൂ അതായിരിക്കാം. കാരണം UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിൽ വരുമായിരുന്ന കുറേ പേരുകളിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വി ഡി സതീശൻ്റെ പേരുണ്ട്. തത്തുല്യമായി പരിഗണിക്കപ്പെടാമായിരുന്ന ഒരു പേരാണ് കെ സുധാകരൻ്റെ പേര്. കെ സുധാകരൻ ചിത്രത്തിൽ നിന്ന് പോയി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയതോടുകൂടി ഒരു ഈഴവൻ ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ പോലും ഒരാളില്ല എന്ന ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടുന്നുണ്ടാവും. പകരം ഒരു പുതിയ സാധ്യത കൂടി അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. വെള്ളാപ്പള്ളിയോടും SNDP-യോടും വലിയ വിധേയത്വം പുലർത്തുന്ന ഒരാൾ UDF കൺവീനറായി വന്നിട്ടുണ്ട്, അടൂർ പ്രകാശ്. ഒരു പക്ഷേ സതീശനെ ഒന്ന് ടാർണിഷ് ചെയ്തിട്ട് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഒരു സമുദായത്തിൻ്റെ പരിഗണന എന്നൊക്കെ പറഞ്ഞിട്ട് സമുദായത്തിൻ്റെ ഒരു സമവാക്യമൊക്കെ വെച്ച് ബാർഗെയിൻ ചെയ്തിട്ട് അടൂർ പ്രകാശിനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാകാം. ഒന്ന്. മറ്റൊരു കാര്യമാണ് ഇതിലേറ്റവും പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ ആരുടെ കൊട്ടേഷനാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ വമ്പിച്ച പരാജയത്തിൽ നിന്ന് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ വോട്ട് ബാങ്കിൻ്റെ കമ്മ്യൂണൽ ബാലൻസ്, സാമുദായിക സമവാക്യം തെറ്റിയിരിക്കുന്നു, അന്ധമായി മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു എന്ന ഒരു വികാരം ന്യൂനപക്ഷ സമുദായത്തിൽ പരന്നു. പ്രത്യേകിച്ച് പരമ്പരാഗത ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിൽ പരന്നിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ വോട്ട് തിരിച്ചു കിട്ടാൻ ഇനിയുള്ള മാർഗം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുകയും നിരന്തരമായി വിമർശിക്കുകയും ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി ആക്ഷേപങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ട് ഭൂരിപക്ഷത്തിൻ്റെ കൂടെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ എന്ന ഒരു വികാരം അവർക്ക് കൊടുക്കുകയും അതിൻ്റെ ഫലമായി നഷ്ടപ്പെട്ട ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ തിരിച്ചു പിടിക്കുകയുമാണ് CPM-ൻ്റെ അജണ്ട. അത് വളരെ പ്രകടമാണ്. ഈ സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പുതിയ അവതാരം സംഭവിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മയുണ്ടല്ലോ, മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പണി. ഒന്ന്, ആദ്യം മലപ്പുറത്തൊന്ന് പോകുന്നു. എന്നിട്ട് മലപ്പുറത്ത് ഈഴവന്മാർക്ക് വലിയ ദുരിതമാണ്. സത്യത്തിൽ അത് മണ്ടത്തരമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, മലപ്പുറത്ത് ഇത്രയും കാലമായിട്ട് അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ 30 കൊല്ലമായി. ഇദ്ദേഹത്തിൻ്റെ ആക്ഷേപം എന്താണ്? മലപ്പുറം ജില്ലയിൽ ഒരു എയ്ഡഡ് കോളേജിന് SNDP യോഗം അപേക്ഷ കൊടുത്തിട്ട് നാളിതുവരെ ആരും പരിഗണിച്ചില്ല. ഇപ്പോഴും അത് അൺഎയ്ഡഡ് കോളേജായിട്ട് പോകുന്നു എന്നാണ്. ആർക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
മാറി മാറി ഭരിച്ച കേരള ഗവൺമെന്റുകളൊക്കെ അദ്ദേഹത്തിന് ആവശ്യമായ പരിഗണന കൊടുത്തവരാണ്. മാത്രമല്ല ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ച കാലത്ത് മാത്രമല്ലല്ലോ, മുസ്ലിം ലീഗ് ഭരിക്കുന്ന UDF ഭരിക്കുമ്പോഴല്ലേ അവർക്ക് സ്വാധീനമുള്ളത്. ഇദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണല്ലോ ഇടതുപക്ഷം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് ചോദിച്ചു വാങ്ങിക്കൂടെ? അപ്പൊ വെള്ളാപ്പള്ളി സ്വയം പരാജയം ഏറ്റുവാങ്ങുകയാണ്. 2, അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിന് ആവശ്യത്തിലേറെ സൗകര്യങ്ങൾ മുസ്ലിം ലീഗ് വാരിക്കോരി കൊടുത്തിരിക്കുന്നു എന്നാ. അത് ലീഗിന് കൊടുക്കുന്ന വലിയ അംഗീകാരമല്ലേ? സത്യത്തിൽ ഞങ്ങൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നവർ പറയാറുള്ളത് മുസ്ലിം സമുദായത്തെ വേണ്ട വിധം പരിഗണിക്കാതെ കുറെ പ്രമാണിമാരായ സമ്പന്നരായ മുസ്ലിങ്ങളുടെ വ്യാപാര താല്പര്യങ്ങളാണ്, മാഫിയ താല്പര്യങ്ങളാണ് ലീഗ് സംരക്ഷിക്കുന്നതെന്നാണ്. വെള്ളാപ്പള്ളി പറഞ്ഞ നേരെ തിരിച്ചാ, സമുദായത്തിനെ വലിയ തോതിൽ സത്യത്തില് ലീഗിനെ പോലും മനസ്സിലാക്കാത്ത ഒരു വിമർശനമാണത്. അത് മാത്രമല്ല, ഈ 2040 മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി കേരളം മാറുമെന്ന് VS പറഞ്ഞത് 2040 വരെ പോകേണ്ട, അതിന് മുമ്പ് തന്നെ അതായിത്തീരുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതിന് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ 1ാം ക്ലാസ്സിലെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മുസ്ലിം കുട്ടികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അടിസ്ഥാനം അപ്പോഴേ പൊളിഞ്ഞു. അതായത് VSന്റെ മരണത്തോടുകൂടി പുറത്തു വന്ന കുറേ സത്യങ്ങളുണ്ട്. ഇതുവരെ മൂടിവെച്ച പലരും അത് ഏറ്റെടുത്തവർ തന്നെ. മാധ്യമത്തിന്റെ ഡൽഹി ലേഖകൻ MC നാസർ കണ്ടില്ലേ? MC നാസർ എന്റെ സുഹൃത്താണ്, ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചതാണ്. അദ്ദേഹം കാണിച്ചൊരു സത്യസന്ധതയെ ഞാൻ അഭിനന്ദിച്ചു. അദ്ദേഹം ഇത്രയും കാലം മൂടിവെച്ചെങ്കിൽ ഇപ്പൊ പറഞ്ഞു, ഞാനാണ് ആ ചോദ്യം ചോദിച്ചത്. അത് NDF കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുണ്ട്. ഈ ലവ് ജിഹാദ് പോലെ ഉള്ള കാര്യങ്ങൾക്ക് അവർ പരിശീലനം കൊടുക്കുന്നുണ്ട്, അവർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, പ്രേരണ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കി മാറ്റുമെന്ന പ്രചാരണം അവർ നടത്തുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വിജിലൻസ് റിപ്പോർട്ട് കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് NDF-നെ കുറിച്ചാണ് പറഞ്ഞത്, മലപ്പുറം ജില്ലയെ കുറിച്ചല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചും അല്ല. 2, ഇപ്പോൾ അതുകൊണ്ട് അത് ഈ VS അച്യുതാനന്ദൻ അത് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പ്രകടമായി അതിന്റെ സോഴ്സിൽ നിന്ന് തന്നെ. മാത്രമല്ല മനോരമ അതിന്റെ ഫുൾ ടെക്സ്റ്റ് കൊടുത്തു. അന്നത്തെ മനോരമ ചാനൽ മറ്റു പലരും കൊടുത്തിട്ടുണ്ടോ? മനോരമയിൽ ഞാൻ കണ്ടു. VS വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, NDF-നെ പോലുള്ള ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അതിപ്പോ പ്രകടമായി. മാത്രമല്ല ആ VS-നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അടിത്തറയില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന് കാര്യം, ഇപ്പോൾ 27% ഒരു സമൂഹം, ആ സമൂഹം 30 കൊല്ലം കൊണ്ട് എങ്ങനെ വളർന്നാലും എങ്ങനെയാണ് 52, 50, 51% ആവുന്നത്? മാത്രമല്ല വളർച്ചയുടെ നിരക്ക് വളരെ പുറകോട്ട് പോയല്ലോ. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റാരെക്കാളും ശാസ്ത്രീയമായ കുടുംബാസൂത്രണ സംവിധാനങ്ങളൊക്കെ സ്വീകരിക്കുന്നവരാണ്. ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന എനിക്കറിയാം. നിങ്ങൾ ഏത് മലപ്പുറത്തെ എൻ്റെ ഉമ്മാക്ക് 9 മക്കളുണ്ട്, ശരിയാണ്. എൻ്റെ വല്യമ്മക്ക് 14 മക്കളുണ്ട്, അതൊക്കെ ശരിയാണ്. ഇപ്പൊ എന്റെ കുടുംബത്തിൽ, നിങ്ങൾ എന്റെ കുടുംബത്തിലെന്നല്ല മലപ്പുറം ജില്ലയിൽ ഏത് വീട്ടിൽ കയറിയാലോ അറിയാലോ, നന്നായിട്ട് 3-ൽ കൂടുതൽ മക്കളുള്ള ഒരു പാരന്റിനെ കാണാൻ പറ്റില്ല. അപ്പൊ അതാണ് സ്ഥിതി. അതുകൊണ്ട് ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഇത് സത്യത്തിൽ ഇപ്പോ പിണറായി വിജയൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ആയിട്ടും പിണറായി വിജയൻ അതിന് മറുപടി പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. കേരള ഗവൺമെന്റിന്റെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. ഉത്തരവാദപ്പെട്ട ഒരു പദവിയിൽ, സർക്കാർ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് അല്ലേ അദ്ദേഹത്തെ ആദ്യം തള്ളി പറയേണ്ടത്? പറഞ്ഞിട്ടില്ല, തിരുത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് 30 കൊല്ലം പൂർത്തിയാക്കിയതിന്റെ സ്വീകരണം കൊടുക്കുന്നിടത്തൊക്കെ ആരാ പോയി വാഴ്ത്തിയത്? പിണറായി ഉൾപ്പെടെയുള്ളവർ വാഴ്ത്തി പറഞ്ഞു. മാത്രമല്ല ഈ പ്രസ്താവനയൊക്കെ നടത്തിയതിനു ശേഷവും സജി ചെറിയാൻ, വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടി അന്നും ഇദ്ദേഹം ഇവിടെ ഇല്ല, പിണറായി ഇല്ല, സജി ചെറിയാൻ പോയി വാഴ്ത്തിയില്ല. അപ്പോ ആർക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി കൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടത്തുന്ന കൊട്ടേഷൻ വളരെ സിമ്പിളാണ്. അത് VD സതീശൻ ഒരിക്കൽ പറഞ്ഞു കളഞ്ഞു എന്നതായിരിക്കും വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത്. വെള്ളാപ്പള്ളി അല്ല, ഇത് പിണറായിയുടെ വാക്കുകളാണ്. പിണറായിക്ക് വേണ്ടിയാണ് ഈ പ്രചാരണം. 3ാം തവണയും പിണറായി വരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് CPM-ന്റെയും പിണറായിയുടെയും തീരുമാനമാണ്, മറ്റൊന്നുമല്ല. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് മാറ്റി നിർത്തുകയും ഈഴവ സമുദായത്തെ കൂടെ നിർത്തുകയും ചെയ്യുക. ഈഴവ സമുദായത്തിന്റെ വികാരം ആളി കത്തിച്ചിട്ട് ആ വോട്ട് കൂടി ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റുക എന്നതാണ് നയം. അതിന് ചെയ്യാവുന്ന ഒരു കാര്യം, ഈഴവ സമുദായത്തെ പ്രകോപിപ്പിച്ചിട്ട് ഇടതുപക്ഷത്തിന് ഉറപ്പുവരുത്തുക. 2, VD സതീശൻ എന്ന നേതാവ് നായരാണ് എന്ന് പരോക്ഷമായി പറയാതെ പറഞ്ഞുകൊണ്ട് VD സതീശനെ ഒറ്റപ്പെടുത്തുകയും UDF-ന് എങ്ങാനും വല്ല സാധ്യതയും വരികയാണെങ്കിൽ അതില്ലാതാക്കുകയും വന്നാൽ തന്നെ സതീശനെ ഇല്ലാതാക്കിയിട്ട് അടൂർ പ്രകാശിനെ കൊണ്ടുവരിക. ഇങ്ങനെ വിവിധോദ്ദേശ പദ്ധതിയാണ് മനസ്സിലുള്ളത്. അത് പാളീസാവുകയുള്ളൂ. എൻ്റെ ഒരു നിരീക്ഷണം, VD സതീശനോട് നമുക്ക് വിയോജിക്കാം, അതിന് നമുക്ക് അവകാശമുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ ഇമേജ് വെച്ച് വെള്ളാപ്പള്ളി നടേശൻ VD സതീശന് എതിരായി പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കണം.
അത് വി ഡി സതീശന് ഗുണമേ ചെയ്യൂ, അനുഗ്രഹമേ ഉണ്ടാവൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പണ്ട് എപ്പോഴോ ആരോ പറഞ്ഞിട്ടുണ്ട് ഉർവശി ശാപം ഉപകാരം. പണ്ട് ആരോ ഒരിക്കൽ പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നത് പിണറായി വിജയന്റെ ചിത്രം നിങ്ങൾ ചില്ലിട്ട് വെച്ച് പൂജിക്കണം. പിണറായി വിജയൻ നേതാവായിരിക്കുന്ന കാലത്തോളം CPM ഇടതുപക്ഷത്തിന്റെ നാശവും UDFന്റെ വിജയവും ഉറപ്പുവരുത്താൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയുടെ ചിത്രം ഇടതുപക്ഷം. വെള്ളാപ്പള്ളിയെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയാറുണ്ട്. വെള്ളാപ്പള്ളി ആര് തോൽക്കണമെന്ന് പറഞ്ഞാൽ അവർ ജയിക്കുകയും ആര് ജയിക്കണമെന്ന് പറഞ്ഞാൽ അവർ തോൽക്കുകയും. അത് വെള്ളാപ്പള്ളിയുടെ ജാതകമാണ്. മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ ചിത്രം ഇനി അങ്ങോട്ട് ഈ പ്രസ്താവനയുടെയൊക്കെ മറവിൽ, സതീശനെതിരായി നടത്തിയ പ്രസ്താവനയുടെയൊക്കെ പേരിൽ, മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ പ്രസ്താവനയുടെയൊക്കെ പേരിൽ ഇടതുപക്ഷം എഴുന്നള്ളിച്ച് നടന്നാൽ അത് മാത്രം മതിയാവും ഇടതുപക്ഷത്തിന് തോൽക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.